2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. അമ്മയ്ക്കുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു. വേറൊരു വീട്ടിലേക്ക് താമസം മാറാനായിട്ടുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായിരുന്ന, അതായത് ബന്ധുക്കൾക്ക് നിങ്ങളോട് വിരോധം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടുന്നു. എന്തെങ്കിലും കേസുകൾ കോടതിയിലുണ്ടെങ്കിൽ അതിനൊക്കെ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നു. കേസുകളൊക്കെ ജയിക്കുന്നു. അതുപോലെ തന്നെ പുത്രൻ വീട്ടിൽ നിന്ന് മാറി പുതിയൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ധനലാഭം ഉണ്ടാക്കാവുന്ന ഒരു നേരമാർഗത്തിൽ കൂടി തന്നെ ധനലാഭം ഉണ്ടാക്കാവുന്ന ഒരു സമയമാണിത്. ചിലർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും സാമർഥ്യമുണ്ട്. വാതരോഗം ഉണ്ടെങ്കിൽ അത് ശമിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർക്ക് തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നു. ചിലപ്പം സർജറിയൊക്കെ വേണ്ടി വന്നേക്കാം. ദാമ്പത്യത്തിലുള്ള തർക്കങ്ങളും വഴക്കുകളെല്ലാം മാറിക്കിട്ടുന്നു. കണ്ണിനും ഉദരത്തിലും ചികിത്സ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം ഉണ്ടാകുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെയധികം ഗുണകരമായി ഭവിക്കുന്നു. ഏതു കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. അതായത് അത് വേഗം മനസ്സിലാക്കാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുന്നു. അനുഭവവും കഴിവും മൂലം ഉയരങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു. കുടുംബ സൗഖ്യവും സമാധാനവും ഉണ്ടാകുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. കാരണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ മറ്റുള്ള പേപ്പറുകളോ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ അതൊക്കെ കിട്ടാൻ വളരെ താമസമുണ്ടാകാം. ചില പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കും ചില സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലിൽ ചില തടസ്സങ്ങൾ വന്നേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അകാരണമായ ഒരു ഭയം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പ്രായത്തിനടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ഫലങ്ങൾ പറയുന്നത്. ആദ്യം വിശാഖം നക്ഷത്രത്തിനെ കുറിച്ചാണ്. 4 വയസ്സുവരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് അങ്ങ് ശരിയാകും. ആദ്യം തടസ്സം വരും, പിന്നെ മാറിക്കിട്ടും. എങ്കിലും തുടർന്ന് പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ചില രോഗങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും തക്ക സമയത്ത് അതിന് ചികിത്സ ലഭിക്കും. അത് ചില സമയത്ത് ഗുണമായി തീരേണ്ട പലതും വിപരീതമായി തീരും. ഗുണമായി ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം പല രീതിയിലും അത് ഒരു വിപരീതമായിട്ട് വരും. നമുക്ക് ഗുണം കിട്ടില്ല എന്നുള്ളതാണ്. കുടുംബത്തിലെ മുതിർന്നവരുടെ ജാതകം നോക്കിയാലേ എന്താ ഇതെന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഇതിൽ ചിലർക്ക് ചില വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവുകൾ മൂലമുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിനെല്ലാം തക്ക ചികിത്സ ലഭിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്തവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതിനുള്ള സാധ്യത വീട്ടിൽ ലഭിച്ചേക്കാം. സഹായങ്ങൾ അതുപോലെ സർക്കാരുകളിൽ നിന്നും അധികാരികളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കാം. ചെറുതായിട്ടായിരുന്നാലും സർക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാം. നേത്രരോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 4 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ ചിലർക്ക് വന്നേക്കാം. എന്നിരുന്നാലും വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് സാധിക്കുന്നു. അതിന് തടസ്സമൊന്നും കാണുന്നില്ല. നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ചിലർക്ക് ലഭിക്കാം. സ്വഭവനത്തിൽ നിന്ന് മാറി വേറെ വീട്ടിൽ താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ വയസ്സ് കൂടുന്തോറും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. ആരോഗ്യം തൃപ്തികരമാകുന്നു. ബന്ധുവിൻ്റെ ദേഹവിയോഗം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അത് മുതിർന്നവരായിരിക്കും അങ്ങനെ വിയോഗം വരുന്നത്. ഇവർക്ക് കലയോടും സാഹിത്യത്തോടെല്ലാം ഈ പ്രായത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും. അത് പഠിക്കുകയും ചെയ്യും. അതിനോടൊരു അത്യാഗ്രഹം പോലെ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതെല്ലാം നടന്നു കിട്ടേണ്ടതാണ്. പ്രകൃതിയാൽ നടന്നു കിട്ടേണ്ട കാര്യങ്ങളാണ്. ചിലർക്ക് ചെറിയ പ്രായത്തിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വരുമാനം അവർക്ക് പാർട്ട് ടൈം ആയിരുന്നാലും ലഭിക്കാം. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തു പ്രയാസമുണ്ടെങ്കിലും ഒന്നിനും ഒരു കുറവില്ലാത്ത ജീവിതം ഇവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ഇവർക്കുണ്ട്. ചിലർക്ക്
ഹോസ്റ്റൽ ജീവിതം ഈ സമയം ലഭ്യമാകുന്നതാണ്. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും വീട്ടുകാരായിരുന്നാലും ഈ കുട്ടിയായിരുന്നാലും കൂട്ടുകെട്ട് നടത്തരുത്. ചിലർക്ക് വാതരോഗം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അന്യരിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ക്രമേണ സാമ്പത്തിക സ്ഥിതി കുടുംബത്തിൻ്റെയും ഈ കുട്ടിയുടെയും ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ശാരീരികമായി ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. മാനസികമായ പിരിമുറുക്കം ചിലർക്ക് ഉണ്ടാകാം. ചില വിശാഖം നക്ഷത്രക്കാർക്ക് ഗവേഷണപരമായ തൊഴിലുകളിൽ പ്രവേശിക്കാൻ സാധിക്കും. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിച്ചത് മൂലം വളരെ മികച്ച തസ്തികയിൽ ജോലി ചെയ്യുന്നതിന് ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുകൂടാതെ ചിലർക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കയ്യൊപ്പ് പതിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലമാണ്. ധർമ്മപരമായ കാര്യങ്ങൾ ഒരിക്കലും മുടക്കം വരരുത്. സ്വന്തമായി വീടും വാഹനവും വാങ്ങുവാനായിട്ട് ഇവർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. ഏതു രംഗത്തുള്ളവരായിരുന്നാലും അത് ഉത്സാഹപൂർവമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. അടുത്ത ബന്ധുവിന് ഒരു വിയോഗം വരുന്നതായിട്ട് ഇവിടെയും കാണുന്നുണ്ട്. അത് കൂടുതലും പ്രായമുള്ള അയാൾ മുതിർന്ന ഒരു ആളായിരിക്കാം. ഒരു ചെറിയ സർജറി ഈ സമയം ചിലർക്ക് വേണ്ടി വന്നേക്കാം. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ചതി വഞ്ചന വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ആയുധം, വാഹനം, യന്ത്രം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനലാഭം ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അന്യദേശവാസത്തേക്കോ അല്ലെങ്കിൽ അന്യ നാട്ടിലേക്കോ താമസിക്കാനായിട്ടൊരു യോഗം കാണുന്നുണ്ട്. അന്യദേശ വാസം കൊണ്ട് ധനം ധാരാളം സമ്പാദിക്കുവാൻ സാധിക്കുന്നു. ചില രോഗങ്ങൾ വന്നേക്കാം. ഉപദ്രവം കുറവായിരിക്കും. ഭൂമിയോ വീടോ ഒക്കെ ഈ സമയം വാങ്ങുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. ആരുമായിട്ടും പന്തയം വയ്ക്കുകയോ വാദപ്രതിവാദങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യരുത്. അത് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വയ്പ്പിലൊന്നും അകപ്പെടാണ്ടിരിക്കുക. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല കാലമാണിത്. പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടുന്നൊരു കാലമാണ്. ഇവിടെയും വാഹനവും വീടും സ്വന്തമാക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും വളരെ നല്ല സംഘടനകളിൽ നിന്നൊക്കെ അവാർഡുകളും ബഹുമതികളും ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ മികച്ച സമ്പാദ്യ പദ്ധതികൾ തിരഞ്ഞെടുത്ത് അതിൽ നിക്ഷേപം നടത്തുന്നതിന് നാളേക്ക് വേണ്ടി നിക്ഷേപം നടത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. സർക്കാരിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ചില ആനുകൂല്യങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് ഇവിടെയും ലഭ്യമാകും. അതുപോലെ പിതൃതുല്യരായ ആൾക്കാർക്ക് ദേഹനാശം ഈ സമയം കാണുന്നുണ്ട്. പലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. ചില രോഗങ്ങൾ ശല്യം ചെയ്യാമെങ്കിലും അതെല്ലാം നിയന്ത്രണ വിധേയമായിരിക്കും. നല്ല ചികിത്സ ലഭിക്കും. അത് ഭേദമാവുകയും ചെയ്യും. ചുരുക്കം ചില സമയങ്ങളിൽ ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും അതെല്ലാം വളരെ നല്ല രീതിയിൽ പിന്നീട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഇതിൽ ചില ആൾക്കാരെ വളർത്തു മൃഗങ്ങളെ വ്യാപാരം നടത്തുന്നവർക്കാണെങ്കിലും അവർക്കും നല്ല രീതിയിൽ ധനം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. 67 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാകാമെന്ന ഒരു സമയമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീഴാതെ ശ്രദ്ധിക്കുക. ചതവും ഒടിച്ചിലും ഒന്നും വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെയും ധനലാഭം പല വഴികളിൽ കൂടിയും പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം സമൃദ്ധി അവർക്ക് ലഭിക്കേണ്ട ഒരു സമയമാണ്. പല വിലപ്പെട്ട സമ്മാനങ്ങളിൽ ലഭ്യമാകാം. ജന്മനാൾ ആഘോഷങ്ങൾ പോലുള്ളവ മുറയ്ക്ക് നടക്കുന്നതാണ്. വയറിലും മറ്റും ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വാദസംബന്ധമായ രോഗങ്ങൾ വരാം. എന്നിരുന്നാലും അധികം ദുരിതങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഈശ്വര കടാക്ഷം ലഭിക്കുന്നൊരു സമയമാണ്. ധനത്തിനും ഐശ്വര്യങ്ങൾക്കൊന്നും ഒരു കുറവ് ഇവിടെ വരുന്നില്ല. എങ്കിലും വളരെ ശ്രദ്ധിക്കുക. ചില സമയം സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം. അതിനാൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസുകൾക്ക് കൃത്യമായ മറുപടി കൊടുത്ത് വേണ്ടുന്നത് ചെയ്യുക. ദമ്പതിമാർ തമ്മിൽ പിണങ്ങുവാനൊരു സാധ്യതയുള്ളതിനാൽ വഴക്കുകൾ കഴിയുന്നതും ഒഴിവാക്കി ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. 73 വയസ്സിന് മുകളിലോട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് എവിടെയാണോ വസിക്കുന്നത് അവിടവുമായി അവർക്ക് യോജിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. തൻ്റേതായ കലാസൃഷ്ടി സാഹിത്യങ്ങളുമായി സന്തോഷമായി കാലം കഴിഞ്ഞു പോകുന്നതിന് സാധിക്കുന്നു. വളർത്തുമൃഗങ്ങളും മറ്റും ഉള്ളതിനാൽ മാനസിക
പിരിമുറുക്കം ഇവർക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല. നല്ലൊരു കൃഷിഭൂമി സ്വന്തമാക്കാൻ സാധിക്കുന്നു. കൃഷിയിൽ നിന്നും നല്ല രീതിയിൽ അവർക്ക് വരുമാനം ലഭിക്കുന്നതിനും ഈ സമയം അവർക്ക് യോഗമുണ്ട്. അടുത്ത അനിഴം നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ കുട്ടിക്കും വീട്ടുകാർക്കും വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ആരുമായും വഴക്കിനോ ബഹളത്തിനോ തർക്കത്തിനോ ഒന്നും ഈ കുട്ടിയും വീട്ടുകാരും ഈ സമയം പോകാണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ വന്നാൽ കടുത്ത സാമ്പത്തിക നഷ്ടം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിന് ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. കൃഷിക്കാർക്കാണെങ്കിൽ കൃഷിയിൽ നിന്നും ധാരാളം ധനലാഭം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും കുട്ടി വിധേയമാകുവാനായിട്ട് ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. അതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടി ആരുമായിട്ട് കൂട്ടുകെട്ടും എന്നുള്ള വിവരം രക്ഷകർത്താക്കൾ അത് അന്വേഷിക്കുക. വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നില്ല എങ്കിലും പൊതുവെ മാന്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ അല്പാൽപമായി മാന്യം മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായങ്ങളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ അല്പാൽപമായി പുരോഗതി വരുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു. പലവിധ നേട്ടങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നു. ധനപരമായിട്ടും അല്ലാതെയും ആരോഗ്യം തൃപ്തികരമാകുന്നു. വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. തടസ്സമൊന്നും കാണുന്നില്ല. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് യോഗമുണ്ട്. മികച്ച തൊഴിൽ നേടാനും ഭാഗ്യമുണ്ടാകുന്നു. ചിലർക്ക് ഗവേഷണ രംഗത്ത് പ്രവേശിക്കുന്നതിനാണ് അവർക്ക് യോഗം കാണുന്നത്. സമ്പാദ്യം വന്നു തുടങ്ങും. നാളേക്ക് വേണ്ടി ഒരു കരുതൽ ധനം സൂക്ഷിക്കാനും ഇവർക്ക് സാധിക്കുന്നു. പല വഴികളിലൂടെയും ധനനേട്ടം ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ്. അതിനാൽ നല്ല രീതിയിൽ ധനമുണ്ടാക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ഉന്നത അധികാരമുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാർ അധികാരങ്ങളിൽ ഇരിക്കുന്നതിനും സർക്കാരിൽ മുദ്രവെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഇവിടെ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലവും കൂടിയാണ്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നു. വിദ്യ കൊണ്ട് ഇവിടെ പല നേട്ടങ്ങളും ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരാൻ, വാതരോഗം വരാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയും അസൂയാലുക്കളെയും സൂക്ഷിക്കുക. അവർ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. സർക്കാരിൽ നിന്നും അനിഷ്ടം ഉണ്ടാകുമെങ്കിലും പിന്നീട് അതെല്ലാം നേരെയാകി ഇഷ്ടത്തിനായിട്ട് വരും. ഈ സമയം കേസുകൾ, വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ എന്നിവയ്ക്ക് പോകാതിരിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ധനം ധാരാളം വരുമെങ്കിൽ തന്നെയും ചെലവുകൾ ഉണ്ടാകാനും അതുപോലെ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അന്യനാട്ടിൽ വസിക്കേണ്ടതായിട്ടും ഈ സമയം യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഭൂമിയും വീടും സ്വന്തമാക്കാനായിട്ട് ഈ സമയവും യോഗം കാണുന്നുണ്ട്. എവിടെയും വിദ്യ കൊണ്ട് ഗുണം കിട്ടുന്ന ഒരു കാലവും കൂടിയാണിത്. കള്ളന്മാരിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ നിങ്ങളെ വളരെ വിലപ്പെട്ട ഡോക്യുമെൻസുകളെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിക്കുക. മേലുദ്യോഗസ്ഥർക്കും അധികാരികൾക്കും നിങ്ങളൊരു നോട്ടപ്പുള്ളിയായിരിക്കുന്നതിനാൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരിക്കലും അവരുടെ കണ്ണിലൊരു കരട് നിങ്ങളാകരുത്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. മിക്കവാറും നല്ല കാലമാണ്. എല്ലാത്തിനും അതായത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഒരു നല്ല സമയമാണ്. വിചാരിക്കുന്നവ നടക്കുന്ന കാലമാണ്. ധനനേട്ടവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകാം. നിങ്ങളൊരു സംരംഭകരാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വളരെ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും. ചിലർക്ക് പുനർവിവാഹം കഴിക്കുന്നതിന് ഈ സമയം ഒരു യോഗം കാണുന്നുണ്ട്. മേലധികാരികളുമായി പുതിയ യോജിച്ച് പോകുന്ന ഒരു കാലം കാണും. ഇവിടെയും ശത്രുക്കളും അസൂയാലുക്കളും ഒരു ശ്രമം തുറന്നുകൊണ്ടിരിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാം. ചിലർക്ക് പ്രത്യേക പദവിയുള്ള താൽക്കാലിക ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതു തന്നെ ആയാലും ഐശ്വര്യം നിലനിർത്തുവാൻ സാധിക്കുന്നു. വളർത്തുമൃഗങ്ങളുടെ വ്യാപാരം നടത്തിയാലും ധനലാഭം ധാരാളം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമുള്ള ഒരു കാലമല്ല. ചിലർക്ക് നല്ല കാലമാണ്. വിചാരിക്കുന്നവ പ്രതികൂലമായി നടക്കുന്ന ഒരു കാര്യമാണ്. പലരും നമ്മൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് നടക്കാണ്ടിരിക്കാം. കോപം കൂടാനും സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ദേഷ്യം വർദ്ധിക്കുന്നതിനാണ് സാധ്യത കാണുന്നത്. സത്യസന്ധതയ്ക്ക് വിലയില്ലാത്തൊരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ ചിലർക്ക് മേലധികാരികളിൽ നിന്നും സമ്മർദ്ദത്തെ തുടർന്ന് ചിലർക്ക് ഉദ്യോഗം നിർബന്ധപൂർവ്വം രാജിവെക്കേണ്ടതായിട്ട് വരാനും ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. സർക്കാർ മേഖലയായാലും സ്വകാര്യ മേഖലയായാലും ഇത് ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങളും മാനസിക പിരിമുറുക്കവും ചിലർക്ക് ഉണ്ടാകാം. എങ്കിൽ തന്നെയും ധനത്തിനും ഐശ്വര്യത്തിനും ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ല. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള കാലത്ത് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ ചിലർ തേടുന്നതായിട്ടാണ് കാണുന്നത്. ഷെയർ മാർക്കറ്റിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് അധ്യാപനം ടീച്ചറായിട്ടും മറ്റും സാധിക്കുന്നു. അതുപോലെ കൃഷി, സെക്യൂരിറ്റി സർവീസ് ഓഫീസുകൾ തുടങ്ങുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ടാകുന്നു.
എന്നിരുന്നാലും അവർക്ക് അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ വിജയിക്കുകയും ആദായം ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സമാധാനവും ആരോഗ്യവും ഈ സമയം അവർക്ക് വളരെ തൃപ്തികരമായിരിക്കും. ചില മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വലിയൊരു ധനലാഭം പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ അല്പ അലച്ചിലും ഒന്നുമില്ലാത്തൊരു ജീവിതമായിരിക്കും ഇത്. മനസ്സമാധാനമുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഭയക്കാതെ സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു. മോഷ്ടാക്കളെയും ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലും പൊതുവെ ഗുണമുള്ള കാലമാണ്. ജന്മനാൾ ആഘോഷം വിപുലമായി നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നു, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് എന്നത്തേക്ക് ഒരു മോഹമായിരുന്ന പുതിയ വാഹനവും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും ഈ സമയം കാണുന്നുണ്ട്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ, തർക്കങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കാനായിട്ട് സാധിക്കുന്നു. ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഭൂമിപരമായ കേസാണെങ്കിൽ ഭൂമി നിങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കുന്നതിന് സാധിക്കുന്നു. ചില അനിഴ നക്ഷത്രക്കാർക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. അത് രക്തത്തിൽ അണുബാധ മൂലമോ മറ്റു കുറവുകൾ, രക്തത്തിലെ മറ്റു വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് മൂലമോ ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. എങ്കിൽ തന്നെ ധനത്തിനും ഐശ്വര്യങ്ങൾക്കും ഒരു കുറവ് വരുന്നില്ല. അടുത്ത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് ആഭരണങ്ങളായി ഇട്ടുള്ളവ സമ്മാനങ്ങളായി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ത്വക്കിന് ചില അലർജികൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. കുട്ടിയെ മോഷ്ടാക്കളിൽ നിന്നും ഈ സമയം സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടിയെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അഗ്നിമൂലവും വിഷവസ്തുക്കളായാലും ഉപദ്രവം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാം. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആരെയും മയക്കുന്ന ഒരു വാക് സാമർഥ്യം ഉള്ളത് ഇവർക്ക് ജന്മനാൽ ഉണ്ടാകാം. അതിനാൽ വളരെ ശ്രമിച്ചാൽ നല്ലൊരു പ്രാസംഗികനാകാനും എല്ലാത്തിനും ഇവർക്ക് സാധിക്കുന്നു. നല്ല രീതിയിലൊരു കുടുംബജീവിതത്തിനേക്ക് വേണ്ടിയുള്ള അടുത്താണ് ഇവർ ജനിച്ചിരിക്കുന്നത്. ഇതിൽ പലരും ജനിച്ചിരിക്കുന്നത് നല്ലൊരു കുടുംബ ചുറ്റുപാടിലാണ്. അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ തന്നെ നല്ല ഗുണങ്ങൾ ലഭിക്കുന്നു. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങളിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ കാലം കുട്ടിയും വീട്ടുകാരും ഒരു വിധത്തിലുള്ള വാക്കുതർക്കങ്ങളിലും വഴക്കുകളിലും പന്തയം വെപ്പിലൊന്നും ചെന്ന് ചാടരുത്. ഭയങ്കരമായ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കുടുംബസമേതം അന്യദേശത്തേക്ക് താമസം മാറുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ടൈഫോയിഡ്, വാദം മുതലായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ചിലർക്കൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും മിക്ക കുട്ടികൾക്കും വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് സാധിക്കുന്നത്. അരിഷ്ടകളും മോശം കാലവും ക്രമേണ മാറി വരുന്നു. അവിചാരിതമായി ധനലാഭം ഉണ്ടാകുന്നതിന് യോഗം കാണുന്നു. ഈ സമയം പ്രണയം തുടങ്ങുവാൻ ഒരു പറ്റിയ കാലമല്ല, അത് പരാജയപ്പെട്ടേക്കാം. ഈ കാലഘട്ടത്തെ കുടുംബത്തിൽ കൃഷിയോ വീട് നിർമ്മിക്കുന്നതിനോ ഉള്ള സ്ഥലം ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലേക്ക് വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഒരു ചെറിയ അപകടത്തിന് സാധ്യതയുണ്ട്. 21 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഒരുവിധം ഗുണകരമായ ഒരു കാലയളവാണ്. പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മികച്ച വിദ്യാഭ്യാസം അവർക്ക് നേടാൻ സാധിക്കുന്നു. അതുപോലെ മികച്ച തൊഴിലും അവർക്ക് ലഭിക്കുന്നു. തികച്ചും ആത്മാർത്ഥമായ പരിശ്രമം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാണ്. അംഗീകാരങ്ങളും പല നേട്ടങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹവും സന്താനഭാഗ്യവും യോഗമുണ്ട്. തൊഴിൽ സംബന്ധമായി ധാരാളം പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ ശല്യം ഉണ്ടാക്കുന്നില്ല. ഈശോന അനുഗ്രഹം നേടാനും ഈശ്വരൻ്റെ കൃപ ലഭിക്കാനും സമ്പത്ത് ഐശ്വര്യം നിലനിൽക്കാനും വേണ്ടുന്ന പ്രാർത്ഥനകളും പൂജകളും ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് നാട്ടിലോ വിദേശത്തോ വ്യാപാരം നടത്തുന്നതിന് സാധിക്കുന്നു. അത് വിജയിക്കുന്നതിന് സാധിക്കുന്നു. കൃഷിക്കാർക്ക് ഏറെ ഗുണങ്ങളുള്ള ഒരു സമയമാണ്. നാൽക്കാലി വ്യാപാരം നടത്തുന്നവർക്കും ഗുണങ്ങൾ ലഭിക്കുന്നു. ചിലർക്ക് ശത്രുക്കളെ കണ്ടെത്തുവാനും അവരെ ശിക്ഷിക്കാനും വേണ്ടുന്നത് ചെയ്യാനുള്ള ഒരു ഉദ്യോഗ പദവിയായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ വലിയ നേട്ടങ്ങൾ ഉള്ള ഒരു കാലമല്ല. അധികാരികളിൽ നിന്നും ഉപദ്രവമുണ്ടാകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ കമ്പനി മീറ്റിങ്ങുകൾ, മറ്റു സന്ദർശനങ്ങൾ ഇവയൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്. നിങ്ങളൊരു വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ കമ്പനി നിങ്ങളെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ കൃത്യമായി അവിടെ പങ്കെടുക്കേണ്ടതാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും നിങ്ങളൊന്ന് സൂക്ഷിക്കുക. മേലധികാരികളുമായി ഒത്തുചേർന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ അവരെ ഒരിക്കലും അകമഴിഞ്ഞ് വിശ്വസിക്കരുത്. എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യ സ്വഭാവമായി തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് ആരും അറിയരുത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. സൂക്ഷിച്ചാൽ ഇതെല്ലാം മറികടക്കാൻ സാധിക്കും. ജോലിയിൽ അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത്. ചില
ചിലരെ പർവ്വതങ്ങളിലും വനപ്രദേശങ്ങളിലും സാഹസികപരമായിട്ടുള്ള യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതിലായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അതുമൂലം പല നേട്ടങ്ങളും ഉണ്ടാകാം. നീർദോഷം, വായുകോപം എന്നിവ ഈ സമയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. 47 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇതുവരെ വളരെ ശ്രമപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതിനാൽ വളരെ നല്ലതായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സൂക്ഷിക്കാതെ വിന വരുത്തിയവർക്ക് കഷ്ടകാലം തന്നെ തുടർന്നു പോകുന്നു. വിശേഷ അതിഥികളെ സൽക്കരിക്കാനും അതുവഴി പല മേഖലകളിൽ പ്രവേശിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. എവിടെയും വിശ്വാസമുള്ള ഒരു ശൃംഖല, ഒരു സ്നേഹിതന്മാരുടെ ശൃംഖല ഇവർക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നു. ഈ നെറ്റ്വർക്ക് മൂലം ബിസിനസ്സിലും കാർഷിക രംഗത്തും തൊഴിലും തന്നെ വളരെയധികം ഉയരുവാൻ ഇവർക്ക് സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭ്യമാകുന്നു. ഉത്തമമായ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ രോഗങ്ങളുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പൊതുവെ വീടും ജോലിസ്ഥലവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ചിലർക്കൊരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ, എന്ത് നേടിയാലും തൃപ്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. കാരണം ശത്രുക്കൾ ശല്യം ചെയ്തുകൊണ്ടാണ് ഈ നടപടികൾ. ഈ കാലം ഒരു പുരുഷന്, ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളിൽ നിന്നും ചില സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് മാനഹാനിയും മറ്റു ഉപദ്രവങ്ങളും വന്നേക്കാം. അതിനാൽ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുവിൻ്റെ മരണം ഉണ്ടാകാം. വളരെ ശ്രദ്ധിച്ചവർക്ക് ധനം ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന ലാഭം പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളും ദീർഘദൃഷ്ടിയോടെ ചിന്തിക്കാൻ കഴിയുന്നു. 64 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഈ കാലം ചിലർക്ക് അനുകൂലവും മറ്റു ചിലർക്ക് പ്രതികൂലവുമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടറിഞ്ഞ് ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നു. അലർജിയും ത്വക്ക് രോഗങ്ങളും വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ശരീരം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എക്സിമ പോലുള്ള വെള്ളപ്പാണ്ട്, സോറിയാസ് എന്നിവ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ തക്ക ചികിത്സ തേടുക. ചിലർക്ക് പ്രമേഹം, BP മുതലായവയും വരുന്നതിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും ധനത്തിന് കുറവ് വരുന്നില്ല. ആയുധങ്ങളിൽ നിന്നും മുറിവ് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടത്ത്. ചിലർ വിദേശത്തേക്ക് പോകാൻ അവിടെ കഴിയുന്നതിനും സാധിക്കുന്നു. ഈ സമയം വിഷവസ്തുക്കളിൽ നിന്നും കീടനാശിനി തളിക്കുമ്പോൾ വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിച്ചു വേണം അതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ബലക്കുറവ് വരാം. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ വാസ്തുപരമായ കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂലൈ മാസത്തിൽ എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.